ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ തിരുവോണ ദിവസവും ആയി. ദുക്കളും മാൾട്ടിയും പൂവൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്ന് പൂക്കളിടാനായിട്ട് ഏട്ടനും കൂടിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പൂക്കളൊക്കെ വെച്ചിട്ട് ഇടുന്ന പൂക്കളത്തിന് ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. ഇത്തവണ ഞാനും കൂടിയിട്ടോ പൂക്കളൊക്കെ ഇടാൻ. അങ്ങനെ ഈ പൂക്കളം റെഡിയായി. നന്നായിട്ടുണ്ടല്ലേ, ഒരു സിമ്പിൾ പൂക്കളം. തിരുവോണ ദിവസം ബ്രേക്ക്ഫാസ്റ്റായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് പഴം പുഴുങ്ങിയതാണ് കേട്ടോ ഞാൻ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാനുള്ള പച്ചക്കറികളൊക്കെ മെല്ലെ പാക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അച്ഛനാണ് കേട്ടോ ഹെൽപ്പ് ചെയ്തത് എല്ലാം പ്രോപ്പറായിട്ട് പാക്ക് ചെയ്യാൻ. അങ്ങനെ എല്ലാം അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഇനി കാറിലേക്ക് ഒന്ന് എടുത്ത് വെക്കണം. മഞ്ജു ചേച്ചിയുടെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കേക്കൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അരുണേട്ടൻ. മഞ്ജു ചേച്ചിക്കാണെങ്കിൽ ഒരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാൻ. അതുകൊണ്ട് എല്ലാവരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവരും കൂടി ഒന്നിച്ചുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞാനും സൂര്യേച്ചും പിന്നെ മെല്ലെ റെഡിയാവാൻ പോയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് പോകുന്നുണ്ടായിരുന്നു. ഒരു 11 മണി ആയപ്പോഴത്തേക്കും ലഞ്ച് കഴിക്കാനായിട്ടിരുന്നു. ഇവിടെ തിരുവോണ ദിവസം നേരത്തെ തന്നെ എല്ലാവരും സദ്യയൊക്കെ കഴിക്കും. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചിട്ട് ഞാനും ഏട്ടനും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് അവിടെ എല്ലാവരോടും ബായ് പറഞ്ഞിട്ട് ഇറങ്ങി. ഈ കാണുന്ന വീടുണ്ടല്ലോ, അതിൻ്റെ പണി നടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 6-7 വർഷമായിട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ വീടായിരിക്കും ഇതെന്നാണ് പറയപ്പെടുന്നത്. എന്ന് കഴിയാവും അതിൻ്റെ പണിയൊക്കെ. അങ്ങനെ വളാഞ്ചേരി ഫേമസ് ബേക്കറി എത്തിയപ്പോൾ ഞാൻ സ്നാക്സ് വാങ്ങി ബാംഗ്ലൂരിൽ എൻ്റെ സാറിനൊക്കെ കൊടുക്കാനായിട്ട്. പിന്നെ ഒരു കേക്കും വാങ്ങി. എൻ്റെ മേമയുടെയും ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലെത്തി. കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ താമസിക്കുന്നത്. പണ്ടൊക്കെ സ്കൂളിൽ 2 ദിവസം ലീവ് ഉള്ളൂ എന്നുണ്ടെങ്കിലും ഞാൻ മുത്തശ്ശൻ്റെ കൂടെ ചാടി കയറി പോരും കേട്ടോ. എൻ്റെ എല്ലാ വെക്കേഷനും അതുകൊണ്ട് ഇവിടെ തന്നെയായിരുന്നു. അമ്മമ്മയും അച്ഛനും എൻ്റെ അനിയനും ഒക്കെ സദ്യ കഴിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. എൻ്റെ അമ്മയുടെ ചെറിയ അനിയത്തിയും ഫാമിലിയും ആദ്യം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാണ് സാത്വിക. ഞാൻ അവൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അതൊക്കെ എടുത്ത് നോക്കുമായിരുന്നു അവൾ. എല്ലാവരും സദ്യ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാനും ഏട്ടനും പിന്നെ ഓൾറെഡി കഴിച്ചുകൊണ്ട് ഇവിടുന്ന് പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സാത്തൂനാണെങ്കിൽ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മടിയാണ്. അപ്പോൾ ലേശം വാശിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എനിക്ക് ശർക്കര പായസം നല്ല ഇഷ്ടമാണ് കേട്ടോ. വേമ വരുമ്പോൾ അമ്പലത്തിലത്തെ പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ അമ്പലത്തിലെ പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ പായസം. അതൊക്കെ ഞാൻ കഴിച്ചു. സാത്തുവിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കുറച്ച് നേരം എടുത്തു കൊടുത്തു കേട്ടോ. പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവൾക്ക് ഒരു ചീർപ്പ് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് മുടി കെട്ടിക്കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് സ്കൂളിലേക്ക് അയക്കാനായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും അവളുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നേരെ താഴെയുള്ള അനിയത്തിയും ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. രൂപമേമയുടെയും പിറന്നാൾ തിരുവോണത്തിൻ്റെ അന്ന് തന്നെയാണ് കേട്ടോ. സാത്തൂന് ഞാൻ യൂണിക്കോണിൻ്റെ ഒരു പെൻസിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കിട്ടിയത് മൂപ്പത്തിർക്ക് ഹോംവർക്കൊക്കെ ചെയ്യാനുള്ള ത്വര കൂടി. പിന്നെ കുറച്ച് നേരം അതിൻ്റെ പിന്നാലെ ആയിരുന്നു. ഇത് രൂപമേമയുടെ മൂത്ത മോനാണ് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കുറച്ച് നേരം വിശ്രമത്തിലായിരുന്നു കേട്ടോ. കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനമൊക്കെ പറഞ്ഞിട്ടിരുന്നു. മുത്തശ്ശനും റെസ്റ്റ് എടുക്കുമായിരുന്നു. മുത്തശ്ശന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. നട്ടുവെച്ച നേരമാണെങ്കിലും ഞാൻ ജസ്റ്റ് പറമ്പൊക്കെ ഒന്ന് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പണ്ട് വെക്കേഷന് വരുമ്പോൾ ഇവിടെ പറമ്പിലുള്ള ചില മരത്തിലൊക്കെ കൊത്തിപ്പിടിച്ച് കയറാറുണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലം വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ കാലമൊക്കെ. മേമയുടെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിലുള്ള പരിപാടികളൊക്കെ മെല്ലെ അപ്പോഴത്തേക്കും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സാത്തു ആണെങ്കിൽ ആകെ ക്ഷമയൊക്കെ പോയിട്ട് ഇരിക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും കേക്ക് കട്ട് ചെയ്യണം, കേക്ക് കഴിക്കണം എന്നാണ് സാത്തുവിന് ആകെ മനസ്സിലുണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദേ കേക്കൊക്കെ കട്ട് ചെയ്തു. സാത്തുവിന് ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും അവരുടെ കൂടെ നിന്നിട്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ടൊരു താല്പര്യമാണ്. പിന്നെ അവളുടെ ഫേവറേറ്റ് ആണ് കേക്ക്. അപ്പോൾ ആളെന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കേക്ക് കട്ടിങ്ങിൽ അതുകൊണ്ട് ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെ നടക്കുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ ജനിച്ച കാലം തൊട്ട് കുറേ പൂച്ചകളുണ്ട്. തലമുറകളായിട്ടുള്ളതാണ് കേട്ടോ. മുത്തശ്ശന് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചേനെ. പൂച്ചയ്ക്ക് കൊടുക്കാൻ സ്പെഷ്യലായിട്ട് മീനൊക്കെ വാങ്ങി വെക്കും. പൂച്ചകൾക്കും അതുകൊണ്ട് ഫുൾ ടൈം മുത്തശ്ശൻ്റെ കൂടെ ഇരിക്കാനാണ് താല്പര്യം. മീട്ടുവാണെങ്കിൽ പൂച്ചേനെ തൂക്കിയെടുത്തിട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോ എടുപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
സാത്തു പിന്നെ വീഡിയോ എടുക്കാൻ നേരത്ത് ഓടിയും ചാടിയും ഒക്കെ പോസ് ചെയ്യായിരുന്നു. ഞാൻ മിക്കപ്പോഴും എനിക്ക് അവൾക്ക് മാച്ച് ആൻഡ് മാച്ച് ആയിട്ട് ഔട്ട്ഫിറ്റ് എടുക്കാൻ നോക്കാറുണ്ട്. അവൾക്കും അങ്ങനെ ഒരുപോലെ ഡ്രസ്സ് ഇടാൻ അതുകൊണ്ട് ഇഷ്ടമാണ്. അവൾക്കാണെങ്കിൽ തിരുവാതിരക്കളി കളിക്കണമെന്ന് നല്ല നിർബന്ധം. അപ്പം എല്ലാവരും അതിന് നിന്നു. കഴിഞ്ഞ വർഷം ഇതേപോലെ സാത്തുവിൻ്റെ ആഗ്രഹപ്രകാരം തിരുവാതിരക്കളിയും പാട്ടും കൂത്തും ഒക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ നൈറ്റ് തന്നെ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകാനുള്ളതുകൊണ്ട് എനിക്ക് വീട്ടുകാരുടെ കൂടെ അധികം ടൈമൊന്നും സ്പെൻഡ് ചെയ്യാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ചെറിയ വിഷമം എനിക്കുണ്ടായിരുന്നു കേട്ടോ. കിട്ടിയ ടൈം അതുകൊണ്ട് അത്രയും മാക്സിമം എല്ലാവരുടെയും കൂടെ എൻജോയ് ചെയ്തു. ഞാൻ പിന്നെ മെല്ലെ അവിടെ നിന്ന് റെഡി ആവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നീവും ശ്രീരാഗും എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. സാത്തുവിന് നല്ല വിഷമമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്.